ഹലോ ഫ്രണ്ട്സ്, നീളാതീരത്ത് തിരുനാവായ മണൽപ്പുറത്ത് 12 വർഷത്തിലൊരിക്കൽ വള്ളുവക്കോനാതിരിയുടെ അധ്യക്ഷതയിൽ കൂടിയിരുന്ന മഹത്തായ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. അതായിരുന്നു മാമാങ്കം. ആ മാമാങ്കത്തിൻ്റെ ചരിത്ര ശേഷിപ്പുകൾ തേടി ഉള്ള എൻ്റെ യാത്ര. ആനന്ദ സ്റ്റേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാമാങ്കം പലകുറി കൊണ്ടാടി വിളയുടെ തീരങ്ങൾ നാവായിൽ. കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴ തന്നരിയ മണത്തരികളെ പറയുക നിണമൊഴുകിയ കഥ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. AD 13-14 നൂറ്റാണ്ടുകളിൽ 12 വർഷത്തിലൊരിക്കൽ മാഘമാസത്തിലെ മകന്നാളിൽ തുടങ്ങി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരുന്നു മാമാങ്കം. ഇന്ന് മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് വള്ളുവനാട് രാജാവിൻ്റെ അധ്യക്ഷതയിൽ നടത്തി വന്നിരുന്ന ആഘോഷമായിരുന്നു മാമാങ്കം. പിന്നീട് കോഴിക്കോട് രാജാവായിരുന്ന സാമൂതിരി വള്ളുവനാട് ആക്രമിച്ച് കീഴടക്കി വള്ളുവക്കോനാതിരിയെ തോൽപ്പിച്ച് മാമാങ്കത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു എന്നും പറയപ്പെടുന്നു. അവസാനമായി 1755 മാമാങ്കം നടന്നത്. മാമാങ്കത്തിൻ്റെ ചരിത്ര ശേഷിപ്പുകളായി പഴുക്കാമണ്ഡപം, മണിക്കിണർ, നിലപാട് തറ, മരുന്നറ, ചെങ്ങമ്പള്ളിക്കളരി എന്നിവ സംസ്ഥാന സർക്കാർ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ സംരക്ഷിച്ചു വരുന്നു. ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിൽ പി ലീല പാടിയ മനോഹരമായ ഒരു നാവാമുകുന്ദ ക്ഷേത്രത്തിന് മുന്നിലാണ്. ക്ഷേത്രത്തിനകത്ത് വീഡിയോ അനുവദിക്കാത്തതുകൊണ്ട് പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത്. മനോഹരമായ ഭാരതപ്പുഴ ഒഴുകുന്നു. തിരുനാവായിക്ക് പ്രത്യേകമായിട്ടൊരു കഥ പറയാനുണ്ട്. 12 വർഷത്തിലൊരിക്കൽ നടത്തി വന്നിരുന്ന വള്ളുവക്കോനാതിരിയുടെ അധ്യക്ഷതയിൽ നടത്തി വന്നിരുന്ന ഒരു മഹോത്സവം ഇവിടെ വെച്ചാണ് നടന്നിരുന്നത്. മാമാങ്കം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹോത്സവത്തിൻ്റെ അധ്യക്ഷ പദവി മോഹിച്ചാണ് സാമൂതിരി രാജാവ് വള്ളുവനാട് ആക്രമിച്ചു
കാണുന്ന മണൽത്തിട്ടയിലായിരിക്കാം അന്ന് മാമാങ്കത്തിന് വേദി ഒരുക്കിയിരുന്നത്. എൻ്റെ പിന്നിൽ കാണുന്നത് നാമാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള മതിലാണ്. എല്ലാ ദിവസവും പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യുന്നതിന് വേണ്ടി ധാരാളം പേര് നാവാമുകുന്ദ ക്ഷേത്രത്തിൽ സമീപമുള്ള പുഴക്കടവിലെത്താറുണ്ട്. കർമ്മങ്ങൾ ചെയ്യിക്കുന്നതിനുള്ള കർമ്മികൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെയുണ്ട്. രാവിലെ എത്തുന്നവർക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കി അവർ കൊടുക്കുന്നതാണ്. ഇതാണ് പഴുക്ക മണ്ഡപം. എന്താ പറയണ്ടതിന്? ഭാരതപ്പുഴയുടെ മറുകരയിൽ കാണുന്ന ആ നിരപ്പായ പ്രദേശം, അവിടെയായിരുന്നു മാമാങ്കം നടത്തിയിരുന്നത്. മാമാങ്കം നേരിൽ കണ്ട് ദർശിക്കുന്നതിനായി രാജാക്കന്മാരും അവരുടെ പത്നിമാരും ഈ പഴുക്കാ മണ്ഡപത്തിൽ വന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. മാമാങ്കത്തിൽ മരണപ്പെട്ട ചാവേറുകളുടെ മൃതശരീരങ്ങൾ അടക്കം ചെയ്തിരുന്ന കിണറായിരുന്നു മണിക്കിണർ എന്ന് പറയപ്പെടുന്നു. നിലപാട് തറയ്ക്ക് മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. മാമാങ്കവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നിലപാട് തറ. ഈ തറയ്ക്ക് നടുക്കായിട്ടൊരു കിണറുണ്ട്. മാമാങ്കത്തിൻ്റെ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനൽ ആനന്ദ് സ്കൈപ്സ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത ഒരു ഡെസ്റ്റിനേഷനുമായി ഞാൻ വരും വരെ എല്ലാവർക്കും ബൈ.